മകൾസ് ഇന്നത്തെ എക്സാം തകർത്ത് എഴുതിയോ? സെക്കൻഡ് ലാംഗ്വേജ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിട്ട് എഴുതാൻ പറ്റിയോ? എല്ലാവർക്കും ഈസി ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ കെമിസ്ട്രിയാണ്. കെമിസ്ട്രിയുടെ ദിവസങ്ങൾ ഇനി ഇതാ അടുത്ത ഒരൊറ്റ ദിവസം കൂടെ കഴിഞ്ഞാൽ കെമിസ്ട്രിയുടെ എക്സാം ആയി. വെള്ളിയാഴ്ച നമുക്ക് കെമിസ്ട്രി എക്സാം ആണ്. എനിക്കറിയാം ഈ 6 ദിവസത്തെ ഗ്യാപ്പിൽ നിങ്ങൾ സെക്കൻഡ് ലാംഗ്വേജ് മൊത്തം ഇരുന്ന് 6 ദിവസം സെക്കൻഡ് ലാംഗ്വേജ് ഇരുന്ന് പഠിക്കല്ലായിരുന്നു. നിങ്ങൾ ഓൾറെഡി കെമിസ്ട്രി ഒക്കെ പഠിച്ചവരുണ്ട്, ബയോളജിയും പഠിച്ചവരുണ്ട്. ഇനി ഇതിന് ശേഷം വരുന്ന ബയോളജിയും വേണം. അപ്പൊ ഈ 6 ദിവസത്തെ ഗ്യാപ്പ് നിങ്ങൾ കൃത്യം ഉപയോഗപ്പെടുത്തിയിട്ട് തന്നെയായിരിക്കും ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എന്നാൽ ചില സ്റ്റുഡൻസ് ഉണ്ടാവും, തീരെ പഠിക്കാത്തവരുണ്ടാവും. പല ടൈപ്പ് സ്റ്റുഡൻസ് ഇപ്പൊ ഇതിന്റെ മുന്നിൽ ഉണ്ടാവും. കാര്യമായിട്ട് കൃത്യമായിട്ട് പഠിച്ച് റിവിഷനൊക്കെ കഴിഞ്ഞ് ഇനി ഒന്നുകൂടെ ഒക്കെ നോക്കാനും ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാനൊക്കെ ഇരിക്കുന്നവരുണ്ടാവും. തീരെ പഠിക്കാത്തവരുണ്ടാവും, തീരെ ഒരു ഐഡിയ ഇല്ലാത്തവര്, ഒന്നും പഠിക്കാതെ ഇനിയിപ്പോ തുടങ്ങണം എന്ന് വിചാരിക്കുന്നവരുണ്ടാവും, ഇതുവരെ ഒന്നും പ്ലാൻ ചെയ്യാത്തവരുണ്ടാവും, കുറച്ചൊക്കെ പഠിച്ചവരുണ്ടാവും, ചാപ്റ്റേഴ്സ് കുറച്ച് പഠിച്ചു റിവിഷന് സമയം കിട്ടാത്തവർ, ഇങ്ങനെ പല ടൈപ്പ് കുട്ടികളുണ്ടാവും. മക്കളെ, നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു 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 കൃത്യം സ്റ്റഡി പ്ലാൻ ഇനി ഉള്ള ദിവസം. അപ്പൊ നിങ്ങൾ ഇതാ എക്സാം എഴുതി കഴിഞ്ഞു പോകുന്നു. ഇന്നത്തെ ഇനി കെമിസ്ട്രി മാത്രമാണ് നിങ്ങൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഇന്ന് രാത്രി മുതൽ കെമിസ്ട്രി എക്സാം സെറ്റ് ആയിട്ട് പഠിക്കാൻ പോകണം. അത് എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്നതാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ അടിപൊളി കൃത്യം ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ സെറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് കെമിസ്ട്രി ഈസി ആക്കാം. സോ വെറുതെ പറയുന്നതല്ല, നിങ്ങൾക്ക് അടിപൊളിയാക്കി കെമിസ്ട്രി എക്സാം ഈസി ആക്കി തരുന്ന കാര്യം നമ്മൾ പറയുന്ന പോലെ കേട്ടാൽ മതി. കൃത്യം നമ്മുടെ കൂടെ അങ്ങ് വന്നോ. സോ മാർച്ച് 11 ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത്, ഇന്ന് നൈറ്റ് നമുക്ക് കംപ്ലീറ്റ് PYQ ആണ് നമ്മൾ ചെയ്യാൻ പോണത്. അങ്ങനെ ചെയ്തുകൊണ്ട് കാര്യമുണ്ടോ സാറേ? അങ്ങനെ ചെയ്തുകൊണ്ട് കാര്യമുണ്ടോ? അങ്ങനെ ഒരു കാര്യം ഉണ്ടോന്നോ? നിങ്ങളിപ്പോ ഇതാ +2ന്റെ എക്സാം ഇന്നലെ അങ്ങ് കഴിഞ്ഞേ ഉള്ളൂ. +2ന്റെ എക്സാം കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതേപോലെ PYQs മൊത്തം ചെയ്യിച്ചു. എന്നോട് ചോദിച്ചവരോടൊക്കെ PYQ ചെയ്യും. ഞാൻ കാര്യമായിട്ട് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ അതിന്നാ വന്നത്. നമ്മൾ പറഞ്ഞ ടൈപ്പ് ക്വസ്റ്റ്യൻ, നമ്മളൊരു 40 മോസ്റ്റ് ക്വസ്റ്റ്യന്റെ ഒരു PDF ഒക്കെ മക്കൾക്ക് അയച്ചു കൊടുത്തിരുന്നു ഇൻസ്റ്റാഗ്രാം വഴി. അതിൽ നിന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പം ഒരിക്കലും വെറുതെ ആവുന്നില്ല. ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുക എന്നുള്ളത് എക്സാമിന് പഠിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പുതിയൊരു ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ അല്ലാതെ കാണുന്ന രൂപം ഉണ്ടാവരുത്. നിങ്ങൾ ചെയ്ത ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെ കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം വേറെ തന്നെയല്ലേ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നത്. സോ അത് പല മക്കൾക്കും മടിയാണ് ഈ PYQ ചെയ്യാൻ. കാരണം എന്താ പറയുക, ഇത് ക്വസ്റ്റ്യൻ ചെയ്യാൻ തന്നെ കിട്ടിയില്ലെങ്കിലോ ടെൻഷനാവും. അതുകൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്യില്ല, വെറുതെ ഇങ്ങനെ പഠിച്ചു. അപ്പൊ എക്സാം ആണെന്ന് കിട്ടിയില്ലെങ്കിൽ അതിലേറെ ടെൻഷൻ അല്ലേ. സോ മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഇന്നത്തെ രാത്രി കംപ്ലീറ്റ് PYQ ആണ് നമ്മൾ ചെയ്യാൻ പോണത്. ഒരു കൺഫ്യൂഷനും വേണ്ട, കംപ്ലീറ്റ് PYQ നമ്മൾ എല്ലാ ക്ലാസ്സിലുള്ള PYQ ചെയ്ത് സെറ്റ് ആക്കാൻ പോവാണ്. അപ്പൊ എനിക്ക് എന്റെ മക്കളോട് പറയാനുള്ളത്, ഇതുവരെ നമ്മുടെ മുന്നെടുത്ത ലൈവ് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഇത് വരരുത്, ഈ PYQ കാണാൻ വരരുത്. ഇന്നത്തെ PYQ ലൈവിൽ നിങ്ങൾ കയറരുത്. നിങ്ങൾ കാണേണ്ടത് നമ്മൾ 2 പാർട്ടായിട്ട്, തീരെ പഠിക്കാത്തവരോ ഇനി എവിടെയെങ്കിലും പഠിക്കാൻ ബാക്കിയുള്ളവരോ ഏതെങ്കിലും ചാപ്റ്റർ ബാക്കിയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ, കംപ്ലീറ്റ് കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പബ്ലിക് എക്സാമിന് വേണ്ടി തന്നെ നമ്മൾ 2 വീഡിയോ ചെയ്തിരുന്നു. 7 മണിക്കൂറിന്റെ വീഡിയോയും 2 8 മണിക്കൂറിന്റെ, ഏകദേശം 2 8 മണിക്കൂറിന്റെ വീഡിയോ ആണ്. പക്ഷേ 8 മണിക്കൂർ 16 മണിക്കൂർ ഉണ്ടെന്ന് നിങ്ങൾ പേടിക്കേണ്ട, അതിന്റെ ഇടയ്ക്ക് കുറെ ബ്രേക്ക് ഒക്കെ വരുന്നുണ്ട്. സോ എനിവേ ഏകദേശം ഒരു 13 മണിക്കൂറിന്റെ ഒരു വീഡിയോ ഉണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന ചാപ്റ്റർ ആണെങ്കിൽ സ്കിപ്പ് ചെയ്യാം, തീരെ അറിയാത്തവരാണെങ്കിൽ പറഞ്ഞ 2x ഇട്ടിട്ട് കാണുക. എന്നിട്ട് മക്കളെ അടിപൊളി ഇത് സെറ്റ് ആക്കണം. PYQ വരുന്നതിന് ആദ്യം ചാപ്റ്ററും തിയറിയും സെറ്റ് ആക്കണം. അപ്പൊ ഇത് സെറ്റ് ആക്കാത്തവർ നിർബന്ധമായിട്ടും ഇത് കാണാത്തവരൊന്നും വരണ്ട. ഇത് കണ്ട് അടിപൊളിയാക്കിയിട്ട് മാത്രമേ വരാവൂ. ഇത് കണ്ട് സെറ്റ് ആയവരൊക്കെ ഇന്ന് വാ. നിങ്ങൾക്ക് പറ്റും. നിങ്ങൾക്ക് ഇന്ന് ഉള്ള PYQ എന്റെ കൂടെ വരാൻ പറ്റും. സോ നിർബന്ധമായിട്ട് ഈ 2 കംപ്ലീറ്റ് കെമിസ്ട്രി ക്ലാസ് പാർട്ട് 1 ആയിട്ടും പാർട്ട് 2 ആയിട്ടും നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളുടെ എക്സാമിനെ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആക്കും. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം വെറുതെ എടുക്കല്ലേ, അത് നോർമൈൻഡ് ചെയ്തെടുക്കല്ലേ. കൃത്യം നിങ്ങൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കൃത്യം കണ്ടോളൂ. നിങ്ങൾക്ക് എക്സാമിന് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ ഇതാ പറയുന്നു. സോ അത് കണ്ടവർ മാത്രമാണ് ഇതിലേക്ക് വരേണ്ടത്. അപ്പൊ ഇത് നമ്മൾ അടിപൊളിയായിട്ട് ചെയ്യും. എന്നിട്ട് പിറ്റേന്ന് അപ്പൊ ഇത് നിങ്ങൾ ചെയ്ത് സെറ്റ് ആയിട്ട് നിങ്ങൾ കിടന്നുറങ്ങും. പിറ്റേ ദിവസം മാർച്ച് 12-ാം തീയതി തേഴ്സ്ഡേ, നമ്മൾ എക്സാമിന്റെ തലേ ദിവസം നാളെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഓൾറെഡി നമ്മൾ ചില ആളുകൾ ചില ചാപ്റ്റേഴ്സ് പഠിച്ചിട്ടുണ്ടാവില്ല. ചില ആളുകൾ ആ വീഡിയോ കണ്ടുവരികയും, ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോ, അപ്പൊ അവരത് കംപ്ലീറ്റ് കണ്ട് ഒന്നുകൂടെ വേഗത്തിൽ കംപ്ലീറ്റ് പഠിച്ചിട്ട് അതിന്റെ കൂടെ റിവിഷനും കൂടി എടുക്കാം. ചില ആളുകൾ പഠിച്ചവരുണ്ടാവും, അവർക്ക് റിവിഷൻ എടുക്കാം. സോ റിവിഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആ വീഡിയോ ഉപയോഗിക്കാം. അടിച്ചിട്ട് കണ്ടാൽ മതി. റിവിഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇനി ആ ചാപ്റ്റർ ഓൾറെഡി കണ്ട് പഠിച്ച് റിവിഷൻ ചെയ്തവരാണെങ്കിൽ നിങ്ങൾ റിവിഷൻ ചെയ്യേണ്ടത് ഇന്നലെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. PYQ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടെ റിവൈസ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ ക്വസ്റ്റ്യനും ഒക്കെ ആയിട്ട് ഡേ ടൈം മൊത്തം കഴിച്ചു കൂട്ടുക. മറക്കരുത്, കംപ്ലീറ്റ് സ്റ്റഡി. തീരെ പഠിച്ചു കഴിയാത്തവരുണ്ടെങ്കിൽ ഉച്ചയാകുമ്പോഴേക്ക് പഠിച്ചു തീർന്ന് വൈകുന്നേരം ആ ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം റിവിഷൻ ഉപയോഗിക്കണം. രാവിലെ വായിച്ചു കഴിഞ്ഞാൽ മൊത്തം റിവിഷൻ ഉപയോഗിക്കുക. റിവിഷൻ എന്ന് പറഞ്ഞാൽ ചാപ്റ്റർ മാത്രമല്ല റിവിഷൻ, നമ്മുടെ ഈ കംപ്ലീറ്റ് PYQന്റെ റിവിഷനും കൂടെ ചെയ്യുക. റിവിഷൻ എന്നുള്ളത് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. നമ്മൾ വെറുതെ വായിച്ചു പോകുന്നുള്ളത് റിവൈസ് ചെയ്തില്ല നമ്മുടെ മൈൻഡിൽ നിൽക്കില്ല.
അപ്പോൾ വായിച്ച സാധനം ഉടനെ തന്നെ റിവൈസ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ഡബിൾ സ്ട്രോങ് ആയിരിക്കും. അത് ഭയങ്കര എഫക്റ്റ് ആണ്, ഡബിൾ എഫക്റ്റ് ആണ്. സോ അത് നിങ്ങൾ മറക്കരുത്. ദെൻ നിങ്ങൾ കാത്തിരിക്കുന്ന സമയം തലേന്ന് രാത്രി നമ്മൾ അങ്ങ് തകർക്കും. ഷുവർ ക്വസ്റ്റ്യൻസുമായിട്ട്. ഞാൻ ഇത് വെറുതെ പറയുന്നല്ല, പ്ലസ് ടുവിന് നമ്മൾ ഇതേപോലെ ചെയ്തു. പ്ലസ് ടു മക്കളോട്, നിങ്ങൾക്ക് പരിചയക്കാരുടെ പ്ലസ് ടു മക്കളോട് ചോദിച്ചു നോക്ക്, അവർ പറയും നമ്മൾ അടിപൊളി, നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ അല്ലാത്ത ഒരൊറ്റ ക്വസ്റ്റ്യൻ പോലും, പുതിയൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ പോലും എവിടെ വന്നിട്ടില്ല പ്ലസ് ടുവിന്. അതുകൊണ്ട് തന്നെ പ്ലസ് ടു എക്സാം തകർത്താണ് മക്കൾ അധിക പേര് എഴുതിയത്. സോ ഷുവർ ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടി ചെയ്ത് നിങ്ങൾ അങ്ങ് അടിപൊളിയാക്കി. അപ്പം ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ അപ്പോഴേക്ക് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ഒരു ബേജാറും വേണ്ട, നമ്മൾ അടിപൊളിയായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടാവും. സോ ഇവിടെ ഇന്നത്തെ കംപ്ലീറ്റ് PYQ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്തു പോലെ ആ ക്വസ്റ്റ്യൻസിലൂടെയുള്ള കോണ്ടന്റുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതും ബേജാറാവണ്ട. സോ ഷുവർ ക്വസ്റ്റ്യൻസും ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ റിലാക്സ് ആയിട്ട് അങ്ങ് പോയി ഉറങ്ങുക. അങ്ങനെ സെറ്റായിട്ട് ഉറങ്ങിയതിനു ശേഷം നിങ്ങൾ രാവിലെ വന്ന്, അപ്പം ഞാനൊരു കട്ടനൊക്കെ അടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അങ്ങനെ രാവിലെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോർണിംഗ് ബൂസ്റ്ററും കൂടെ തരും. മോർണിംഗ് ബൂസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നിങ്ങൾ അവസാനം പഠിച്ച സാധനങ്ങൾ ഒന്നും കൂടെ കുറച്ചും കൂടെ നിങ്ങൾ നിർബന്ധമായിട്ടും വിട്ടുപോകാതെ പഠിക്കേണ്ടുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ടാവും. മീൻസ് അതൊരിക്കലും മറക്കരുതെന്ന് ചോദിച്ചാൽ നമ്മൾ പിന്നെയും ചെയ്യില്ലേ, അങ്ങനത്തെ ക്വസ്റ്റ്യനും കൂടെ ചെയ്തിട്ട് നമ്മൾ അങ്ങ് തകർക്കും. പിന്നെ നിങ്ങൾ എക്സാം ഹാളിൽ പോയി വാ. പിന്നെ എനിക്ക് നിങ്ങളെ കാണേണ്ടത് എക്സാം കഴിഞ്ഞിട്ട് നിങ്ങളുടെ റിവ്യൂ, നിങ്ങളതിൻ്റെ ഫീഡ്ബാക്ക് പറയാനാണ് വരേണ്ടത്. ഇത്ര അധികം എഫേർട്ട് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും കിട്ടും. ഞാൻ പറഞ്ഞല്ലോ, പ്ലസ് ടുകാരുടെ എക്സാം, അവർക്ക് നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് അതുപോലെ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളും, ഇന്നലെ ഡിസ്കസ് ചെയ്ത, മിനിയാന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ അതുപോലെ ക്വസ്റ്റ്യന് പോലും നിങ്ങൾ, ഞാൻ പ്ലസ് ടുവിൻ്റെ ആൻസർക്ക് അനാലിസ് ചെയ്ത് നിങ്ങൾ വെറുതെ ഒന്ന് നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടുമല്ലോ. അങ്ങനെയൊക്കെ എടുത്തു നോക്കുമ്പോൾ ഒരു റീൽ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് എടുത്തു നോക്കുമ്പോൾ പ്ലസ് ടുവിൽ പറഞ്ഞ പോലെ തന്നെ വന്നിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടും. അപ്പോൾ പിന്നെ ഇതേപോലെ ചെയ്താൽ മതി എന്നുള്ളൊരു എനർജി കിട്ടും. അപ്പോൾ വെറുതെ ഒന്ന് ആൻസർക്ക് എടുത്തു നോക്കിയാൽ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ പോലും അതുപോലെ വന്നിട്ട് മാറിയിട്ടില്ല. സോ ഫുൾ എനിക്കറിയാം നിങ്ങൾ എന്നിൽ പ്രതീക്ഷ അർപ്പിച്ചായിരിക്കും ഈ ലൈവ് ക്ലാസ്സിനും വീഡിയോ ക്ലാസ്സിനും ഒക്കെ വരുന്നത്. ആ പ്രതീക്ഷ ഞാൻ തെറ്റിക്കാണ്ട് അത്യാവശ്യം നിങ്ങൾ എഫേർട്ട് എടുക്കുന്നതനുസരിച്ച് ഞാനും മാക്സിമം ക്വസ്റ്റ്യൻസ് ഒക്കെ സെറ്റ് ചെയ്ത് ഉറക്കൊന്നും ഇല്ലാണ്ട് എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരിക. സോ കൂടെ നിൽക്കുക, നിങ്ങൾ നന്നായിട്ട് എഫേർട്ട് എടുത്ത് പഠിക്കുക. നമ്മളുണ്ട് കൂടെ, പേടിക്കേണ്ട. കെമിസ്ട്രി എക്സാം നമുക്ക് അടിപൊളി ഈസി ആക്കി മാറ്റാം. ഇനിയുള്ള ദിവസം സെറ്റാക്കി മാറ്റാം.